ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പാലക്കാട് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. കൽപ്പാത്തി എന്ന മനോഹരമായ സ്ഥലത്താണ് നമ്മളിന്നുള്ളത്. ഇത് ശരിക്കും പറയുന്ന ഒരു പ്രസിദ്ധമായ സ്ഥലമാണ്. മിക്കവാറും എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ് കൽപ്പാത്തി. ഇവിടുത്തെ രഥോത്സവമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമ്മൾ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഈ വിഭൂതിയൊക്കെ തൊട്ടിരിക്കുന്ന ഈ ചേട്ടനോടാണ് നമ്മൾ ഇവിടുത്തെ രഥോത്സവത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും ഒക്കെ തിരക്കിയത്. അപ്പം നമ്മൾ ഇവിടുള്ള മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രത്തിലാണ് വന്നത്. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളും പിള്ളേരോടെ ഈ ക്ഷേത്രത്തിലോട്ട് കയറുവാണ്. ഇതാണ് ഇതിൻ്റെ കവാടം. അപ്പം ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴോട്ട് ക്ഷേത്രത്തിലോട്ട് കയറുന്നത്. അതിന് ചുറ്റുമുള്ള ഒരു സ്ഥലമാണ് ഈ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രം ഇത്രയും ഡീപ്പായിട്ട് കാണുന്നതും നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതും. അപ്പം ഇവിടെ വന്നിട്ടാണെങ്കിൽ നമുക്ക് ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഭൂതി തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ വെച്ചിരുന്ന കുങ്കുമവും ചന്ദനവും ഒക്കെ നമ്മളും തൊട്ടു പ്രാർത്ഥിച്ചു, പിള്ളേർക്കും തൊട്ട് കൊടുത്തു. അപ്പം ഇവിടുത്തെ ഒരു രീതികളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിന് ശേഷം ഇതിന് അടുത്ത് തന്നെയായിട്ട് ഒരു പുഴയുണ്ട് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ. അപ്പം കൽപ്പാത്തിയിൽ നിന്ന് ഒഴുകുന്ന പുഴ തന്നെ. അപ്പോൾ ആ പുഴയിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയ പാടെ അങ്ങോട്ടേക്കാണ് പോയത്. പിന്നെ പുഴ കണ്ടാലത്തെ അവസ്ഥ പിന്നെ പറയുകയേ വേണ്ട. പിള്ളേർക്കും അച്ചാച്ചനും പുഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളത്തിൽ ഇറങ്ങണം. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പം അവർ അതിൻ്റെ അകത്തോടെയൊക്കെ കയറി ആ പാറക്കെട്ടിലൂടെയൊക്കെ നടന്നു കുറച്ച് നേരം ആ പുഴയുടെ ഭംഗിയും പിന്നെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരും അവരുടെ രീതികളും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പം കുറച്ച് നേരം അവിടെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേരും ക്ഷേത്രത്തിൽ വന്നിട്ട് കാല് കഴുകിയിട്ട് പോവുകയാണ് പതിവ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയപ്പം പുഴയിൽ കുറേ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം നിന്നു. പിള്ളേർക്കും അതൊരു രസമായിരുന്നു ആ മത്സ്യങ്ങളൊക്കെ പോകുന്നതും പിന്നെ കാലെ വന്ന് കൊത്തുന്നതൊക്കെ ഒരു പ്രത്യേക കുറച്ച് നേരം അങ്ങനെ രസിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങളോടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സമയം പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മടങ്ങണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുഴയിൽ നിന്ന് തിരിച്ച് കയറി. അപ്പം അവിടെ നിന്ന് കയറിയ പാടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തൊന്നുകൂടെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തെരുവുകൾ താണ്ടിയാണ് നമ്മൾ വരുന്നത്. മെയിനായിട്ടും ചാത്തപുരം എന്ന് പറഞ്ഞിട്ടൊരു തെരുവഴിയാണ് നമ്മൾ വന്നത്. കൂടുതലും നടന്ന് കാണാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ഫേമസ് ആയിട്ടുള്ള റോഡുകൾ കുറേ ഉണ്ട്. അപ്പം അതിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ കുറേ പേരെ കണ്ടു, രഥങ്ങൾ കണ്ടു. അപ്പം നമ്മളതൊക്കെ ഷൂട്ട് ചെയ്തു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു ഇങ്ങനെയൊക്കെ കാണുക എന്ന് പറയുന്നത്. അപ്പം അവിടെയൊക്കെ താമസിക്കുന്നവർ കൂടുതലായിട്ടും ക്ഷേത്ര പരിസരം ഇതിനോട് ചേർന്ന് തന്നെ തൊഴിലും അത് തന്നെയായിരിക്കും. അപ്പോൾ അവിടുത്തെ ആചാരങ്ങളാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കോലം വരച്ച് ക്ഷേത്രത്തിൽ പോയി അങ്ങനെയുള്ള രീതികളായിരിക്കും. അപ്പം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും ബൈ.